എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഒക്കെ ഇട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുമോ എന്നുള്ള കാര്യം. അതിനുള്ള ഉത്തരവാണ്, നമുക്ക് തീർച്ചയായിട്ടും വരുമാനം കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യാനോ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്ത ആദ്യം മാറ്റി വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിക്കുള്ള വരുമാനം കിട്ടും. പലരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ആൾക്കാരോട് ഫേസ് ചെയ്ത് സംസാരിക്കാനും ഇങ്ങനെ പബ്ലിക്കിൽ പോയി നിന്നിട്ടൊക്കെ വീഡിയോ എടുക്കാനും പലർക്കും ചമ്മലാണ്. പക്ഷെ ചെയ്യുന്നത് ഒരിക്കലും ഒരു കുറഞ്ഞ ഒരു കാര്യങ്ങളല്ല. കാരണം നമ്മൾ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മളും അതിലൂടെ മാറണം. പണ്ട് കാലത്ത് ആൾക്കാർക്ക് ഈ മൊബൈലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ വേറെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നത്. പക്ഷെ ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ വഴിയാണ് അതിന്റെ പകുതി മുക്കാൽ കാര്യങ്ങൾ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു അഡ്വർടൈസ്മെന്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മൾ ടി വിയിൽ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി സോഷ്യൽ മീഡിയ വഴിയാണ്. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങി അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ബ്രാൻഡ് പുതിയതായിട്ട് വന്നു, കൂടുതലായിട്ടും ആൾക്കാർ ഇടുന്നത് സോഷ്യൽ മീഡിയയിലേക്കാണ്. അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയോ യൂട്യൂബ് ചാനൽ വഴിയോ ഒക്കെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ടി വിയുടെ മുമ്പിലേക്കാളും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പം മൊബൈലിലാണ്. അത് എല്ലാ കമ്പനീസിനും എല്ലാ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിനും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു രീതിക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ധാരാളം കൂടി വരുവാണ്. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല രീതിക്കുള്ള പ്രൊമോഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പൊ ചിലർക്ക് സ്റ്റേജിൽ പോയി സംസാരിക്കാനൊക്കെ പേടിയുണ്ടാവുമല്ലോ. പക്ഷെ ഇതേപോലെ മൊബൈലിന്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നൊക്കെ സംസാരിക്കാൻ നല്ല രീതിക്ക് പേടിയുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് എന്നെ തന്നെ എടുക്കുവാണെങ്കിൽ ഞാൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ്. ഞാൻ ക്യാമറയുടെ മുമ്പിലൊന്നും ഇതുവരെ അങ്ങനെ പോവാത്ത ആളാണ്. പക്ഷെ ആവുന്ന ഞാൻ വരെ ഇങ്ങനെ വീഡിയോ എടുത്ത് വ്ളോഗൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്നെക്കാളും നല്ല ധൈര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ക്രൗഡിനെ ഫേസ് ചെയ്യാനൊക്കെ ഒരു മടിയില്ലാത്ത ആൾക്കാർക്ക് നല്ല രീതിക്ക് എന്നെക്കാളും 100 മടങ്ങ് നന്നായിട്ട് വീഡിയോസ് എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പുതിയതായിട്ട് സോഷ്യൽ മീഡിയ തുടങ്ങി കൊളാബറേഷൻസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇങ്ങനെ നമ്മൾ മേടിക്കുന്ന റവന്യൂ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും നമ്മളൊരു സേവനമായിട്ട് ചെയ്യരുത്. ചിലർ ചോദിക്കും ബാർട്ടർ കൊളാബറേഷൻ ചെയ്യാവോ എന്ന് ചോദിക്കും. ഇപ്പം നമുക്ക് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ വരുവാണെങ്കിൽ അവർ ചോദിക്കും നമുക്ക് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നല്ല റിവ്യൂ ഇടാമോ എന്ന് ചോദിക്കും. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ ഒരിക്കലും പൈസ മോഹിച്ച് ഒരിക്കലും അങ്ങനത്തെ ഒരു റിവ്യൂ പറയരുത്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമാണെന്ന് തന്നെ പറയണം. കാരണം വെച്ചാൽ നിങ്ങളുടെ ഒരു വീഡിയോ കൊണ്ട് ഇൻസ്പയർ ആയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കഴിച്ച് അത് കൊള്ളൂല എന്ന് ധാരാളം പേര് ആ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ഇടും. അങ്ങനെ നിങ്ങളുടെ ബാക്കി ഫോളോവേഴ്സോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി തന്നെയാണ് പോകുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ആദ്യം തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ലെന്നാണെങ്കിൽ നമുക്കത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ജെന്യൂനിറ്റി കീപ്പ് ചെയ്യുക കറക്റ്റായിട്ട്. ഇപ്പൊ കൊള്ളൂലെങ്കിൽ കൊള്ളൂലാന്ന് തന്നെ പറയുക, അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ കൊള്ളൂലാത്തൊരു സാധനം നമ്മൾ പൈസ മേടിച്ചിട്ട് നല്ലതാന്ന് പറഞ്ഞ് ആരെയും അതിലേക്ക് വിടരുത്. നമ്മൾ ചെയ്യുന്ന എന്തൊരു ജോലി ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ എന്നല്ല എന്തായിക്കോട്ടെ, നമ്മൾ എത്തിക്സ് കീപ്പ് ചെയ്ത് നല്ല ഹോണസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് വളരാൻ പറ്റും. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറഞ്ഞ് ചെയ്യുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മേടിക്കേണ്ട പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ എറണാകുളത്ത് താമസിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് കോട്ടയത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ പോയി വീഡിയോ എടുക്കേണ്ട ഒരു കൊളാബറേഷൻ വന്നു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ എക്സ്പെൻസ് എങ്ങനെയാണെന്ന് നോക്കുക. നിങ്ങൾക്ക് അവിടെ പോയി വീഡിയോ എടുക്കുമ്പോൾ വരുന്ന ചെലവുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. അതിൽ നിന്ന് കുറച്ചുകൂടി എമൗണ്ട് കൂട്ടി വേണം നിങ്ങൾ പറയാൻ വേണ്ടി. അല്ലാണ്ട് ഒരിക്കലും ആ ഒരു വർക്ക് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കലും നഷ്ടത്തിൽ പോയി നിങ്ങൾ വീഡിയോ എടുക്കരുത്. അങ്ങനെ നിങ്ങൾ എടുക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ഫുള്ള് അങ്ങനെ തന്നെ പോവുള്ളൂ. നമുക്ക് അത്യാവശ്യം പേയ്മെന്റ് മേടിച്ച് തന്നെ വീഡിയോ എടുക്കുക. അതിപ്പോ ഒന്നായിക്കോട്ടെ, ഒരു മാസം ചിലപ്പോൾ ഒരു കൊളാബറേഷനെ അങ്ങനെ ഇതാ കിട്ടുള്ളൂ. നമ്മൾ കുറച്ച് പേയ്മെന്റ് മേടിക്കുവാണെങ്കിൽ നമുക്കൊരു 4-5 കൊളാബറേഷൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം കൂടുതൽ ടൈം സോഷ്യൽ മീഡിയ വഴി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോലിയൊന്നും ഇല്ല, മെയിനായിട്ട് ഇത് തന്നെ നിങ്ങളുടെ വരുമാന മാർഗം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് കിട്ടുന്നോ അത്ര എമൗണ്ട് നിങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടി നോക്കുക.
അല്ലാതെ ഇപ്പൊ എന്തെങ്കിലും ജോലിയുടെ കൂടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കിന്റെ കൂടെയോ നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പാഷനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ ഒരു ചെലവ് നോക്കി മാത്രം നിങ്ങൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ യൂട്യൂബിന്റെ കേസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് $100 ആയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ മോണിറ്റൈസ് ആയ ചാനലൊക്കെയാണ് നിങ്ങളുടെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാക്സിമം വീഡിയോ ഇട്ട് $100 എത്രയും പെട്ടെന്ന് വിഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അത് പലർക്കും പല രീതിക്കാണ്. നമ്മൾ ഇടുന്ന വീഡിയോയുടെ ലെങ്തിനും വ്യൂസിനും ഒക്കെ അനുസരിച്ചാണ് നമുക്ക് റവന്യൂ വരുന്നത്. ചിലർക്ക് ഒരാഴ്ച കൊണ്ട് $100 ആവുന്ന ആൾക്കാർ വരെ ഉണ്ട്, ഒരു ദിവസം കൊണ്ടാവുന്നവരുണ്ട്, 2 മാസം കൊണ്ടാവുന്നവരുണ്ട്, 3 മാസം കൊണ്ടാവുന്നവരുണ്ട്. അങ്ങനെ മാക്സിമം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ മാസങ്ങളും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെയും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടി നോക്കുക. യൂട്യൂബിൽ ഇപ്പൊ പല രീതിക്കുള്ള മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയുള്ള ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കിപ്പോ പ്രൊഡക്റ്റ് ഒക്കെ ടാഗ് ചെയ്യാനൊക്കെ പറ്റും, അതിൽ നിന്നൊക്കെ നമുക്ക് കമ്മീഷൻ ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാക്സിമം കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ വേണ്ടി നോക്കുക. ഡെയിലി വീഡിയോ ഇടാൻ പറ്റുമെങ്കിൽ ഡെയിലി ഇടുക.